ആക്കിയിട്ട് ഒരു 10 മിനിറ്റോളം വെക്കണം. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ തുറക്കാൻ പറ്റൂ. അടപ്പിട്ട് മൂടുക, ഇതുപോലെ അടപ്പിട്ടിട്ട് വെക്കുക. 10 മിനിറ്റെല്ലാം കഴിഞ്ഞ് നമ്മളെടുത്ത്, ഇത് കുറേ ഉള്ളത് കൊണ്ട് കുറച്ച് ഞാൻ കറിക്കൂ കുറച്ച് പൊരിക്കാനും വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ മഴക്കാറെല്ലാം ഉണ്ട്, വരുന്ന കാറ്റും മഴയെല്ലാം വരും ഇപ്പോൾ, അങ്ങനെയുള്ളത്. പിന്നെ അടുപ്പ് കത്തിക്കുന്നുണ്ട്. ഇതുപോലെ അടുപ്പ് കത്തിക്കുക. ചുവപ്പും പച്ചയെല്ലാം തീയെല്ലാം വന്ന് ഓട് വെച്ച് അത് പൊരിക്കാനാണ്, ഇത് കറി വെക്കാനും. പൊരിക്കണ്ടയാന്നത് എണ്ണയെല്ലാം പാർന്ന് കുറച്ച് ചൂടായിട്ടാകുമ്പോൾ ഒരു മീൻ പൊരിക്കാൻ വേണ്ടി വെക്കുക. പിന്നെ ഇത് പാകം, ഇപ്പോൾ ഇത് വെക്കുന്ന ഈ പൊരിക്കലെല്ലാം ചെയ്യുന്നത് നമ്മളെ കെട്ടിയോളം തന്നെയാണ്. മുറിക്കലെല്ലാം ഞാനാണ് മുറിച്ച് കൊടുത്തിന്. എന്ന് പറഞ്ഞാൽ മുള്ളുവാളിയൊന്നും അവർ മുറിച്ചാൽ ശരിയായാലും മുള്ളെല്ലാം ഉണ്ടാവും. ശരിക്കും മുറിക്കാനൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഞാനാണ് ചെരിച്ച് മുറിച്ച് എല്ലാം ഇതാക്കിന്. പൊരിക്കുന്നത് അവളാണ്. ഞാൻ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് സമയമായതുകൊണ്ട് എല്ലാം പൊരിച്ചതെല്ലാം അവളാണ്. കറിയെല്ലാം വെക്കുന്നുണ്ട്. നന്നായിട്ട് ഒരു ഭാഗം ചൂടായി. അപ്പോൾ തിരിച്ചിടണം. അതിന് ഓരോന്നോരോന്ന് ഇങ്ങനെ തിരിച്ചിടുക. മുള്ളുവാള എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. അത് നിങ്ങൾ വാങ്ങിയിട്ട് പൊരിച്ച് നോക്കുക. ഇലയെല്ലാം കൊണ്ടുവന്ന് ഇത് ഇലയിൽ ഇനി ഒരു 10 മിനിറ്റ് വെക്കണം. ഇത് ഇലയിൽ രണ്ട് ഭാഗത്തും നല്ല വൃത്തിക്ക് പൊരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇല കൊണ്ടുവന്ന് കഴുകി ഇലേനെ തീക്ക് വാട്ടി എന്നിട്ട് ഇലയിൽ പൊതിഞ്ഞിട്ട് വെക്കണം. എന്നാലും നല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഇലയിൽ ആക്കിയിട്ട് വൃത്തിക്ക് പൊതിഞ്ഞിട്ട് വെക്കണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, അതിന് മറക്കരുത്. നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.